ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞാൻ എന്റെ കുടുംബത്തോടെ സുഖമായിട്ടിരിക്കും. എന്റെ കൂടെ പുതിയ ഒരാളിട്ടുണ്ട്. അതിന്റെ അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. അനിയനാണ് ഇവന്. ഞാൻ ഇന്നലെ എന്റെ വീട്ടിലേക്ക് വന്നാട്ടെ. ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. ഇപ്പൊ 2 ദിവസത്തിന് വീഡിയോ ഞാൻ ഇടൂല കേട്ടോ. ഒരു കല്യാണം ഉണ്ട്, പിന്നെ ഇവന് ആള് പോവുകയാണ്. അപ്പൊ അങ്ങനെ ഞാൻ വീഡിയോ ഇടില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു ഗ്രൗണ്ടിലാണ് കേട്ടോ, സ്കൂൾ ഗ്രൗണ്ടിലാണ്. സംഭവം ഒരു സാഹസികമായ സംഭവത്തിന് വന്നതാ. ഞങ്ങൾ സ്കൂട്ടി പഠിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഞാൻ കേക്കട്ടെ. നല്ല മഴയും പെയ്യുന്നുണ്ട്. ഞങ്ങൾ പഠിക്കാൻ വന്നതാണ്. നല്ല മഴ ചാറുന്നുണ്ട്. സ്കൂളിൻ്റെ അവിടേക്ക് കയറി നിൽക്കേണ്ടി വരും. അങ്ങനെ വന്നതാണ്. അപ്പോൾ സംഭവം എനിക്ക് ലൈസൻസ് ഉണ്ട്, പക്ഷെ ഞാനും ഞാനും തന്നെ ഒരു പ്രാവശ്യം കൊണ്ടുപോയി വണ്ടി ഇട്ടതാണ്. അതിന് ശേഷം ആ കിടക്കണ ചട്ടിയും കാലം. പിന്നെ അതിൻ്റെ ശേഷം എനിക്ക് വണ്ടി പഠിക്കാൻ തന്നെ തോന്നിയിട്ടില്ല, എടുക്കാനും തോന്നിയിട്ടില്ല കേട്ടോ. അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇന്നലെ വന്നതായിരുന്നു വീട്ടിലേക്ക്. അപ്പോൾ വന്നപ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ വന്നപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചറിച്ച് വായോ എന്നിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. പിള്ളേരെ ഉമ്മാൻ്റെ അടുത്താക്കിയിട്ട് അങ്ങനെ വന്നതാണ്. എനിക്കെന്താ പറയാനുള്ളത്? ഇന്നെന്തെങ്കിലും ഒന്ന് നടക്കുന്നു. പഹയന്നെ വഷളാക്കാണ്. ഇന്നെന്തെങ്കിലും ഒന്ന് നടക്കുന്നതാണ് അവന് പറഞ്ഞത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ മഴയൊക്കെ മാറിയിട്ട് ഇതിന്റെ സാഹസികമായ പ്രകടനം ഞാൻ കാണിച്ചു തരട്ടെ. അല്ല മുത്താനെ, ഞങ്ങൾ അവിടുന്ന് കണ്ട് വണ്ടി എടുത്തിട്ടോ പോകാൻ പോവുകയാണ്. ഞാൻ മറന്നു പോയിട്ടേ. അപ്പൊ കാണിച്ചു തരട്ടെ, ആ സംഭവം കാണിച്ചു തരട്ടെ. സംഭവം ഞങ്ങൾ പഠിക്കാൻ വന്നിട്ട് പെട്ടുപോയി തോന്നുന്നു. നല്ല മഴ പെയ്യുന്നുണ്ട്. കണ്ടില്ല, നല്ല കാറ്റടിക്കുന്നുണ്ട്, നല്ല മഴ. ഇത് ഞങ്ങൾ ഇവിടുത്തെ സ്കൂളാണ് കേട്ടോ, MMI സ്കൂൾ എന്ന് പറയും. അപ്പോൾ ഈ ഗ്രൗണ്ടിലേക്ക് വന്നതായിരുന്നു പഠിക്കാൻ. പക്ഷെ 8ന്റെ പണിയാണ് കിട്ടിയത്. കണ്ടില്ല, നല്ല കാറ്റും മഴ. അപ്പൊ തന്നെ വീട്ടിലേക്ക് പോകേണ്ടി വരുന്നാ തോന്നുന്നത്. വണ്ടി ഇരുപത്തേരെ മിക്കവാറും വണ്ടി വരും. ഉമ്മ പപ്പടം വാങ്ങാൻ പറഞ്ഞത് വാങ്ങിയിട്ട് പോകാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ. കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങൾ ബ്രേക്ക് ഇട്ട് അതിന് 2 ബ്രേക്ക് ഉണ്ട്, ഞാൻ മറക്കണ്ട. ഇങ്ങനെ പോവുണ്ട്, എന്താ സംഭവിക്കാതൊരു പുറത്തില്ല. താഴത്ത് കൊണ്ടുപോയി എന്തേലും ഇപ്പം ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട്, അങ്ങോട്ട് കൊണ്ടുപോകേണ്ടി വരും. അയ്യോ, ലൈസൻസ് കിട്ടിയതാണ്, പക്ഷെ ഇപ്പോൾ വണ്ടി പിടിച്ചില്ലേ. ലൈസൻസ് കിട്ടിയതറിയാം, RTO കിട്ടിയെന്നേ തച്ചല്ലേ. ഇങ്ങനെ താഴത്തുണ്ടാവും, വേറെ എവിടെ ഉണ്ടാവൂല. കാല് കെറ്റിക്കും മോളെ. വീണ താഴത്തുണ്ടാവും, വേറെ എവിടെ ഉണ്ടാവൂല. 2 മക്കള്. അങ്ങനെ റൗണ്ട് അടിച്ചോ? ആൾക്ക് ലൈസൻസ് കിട്ടീനി, പക്ഷെ എന്താണ് ഓടിക്കറിയില്ല. ഓടിക്കാതെ ലൈസൻസ് കിട്ടിയെന്ന് യാതൊരു വൃത്തമില്ല. ഏതാണ് RTO? കൈയൊക്കെ തിരക്കുണ്ടാവും. വേറെ തൂട് മഴ മഴന് വരുന്നു. കാല് കയറ്റിയേക്ക്.
ശനി എരിഞ്ഞ് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തുവിട്. ഇങ്ങനെ റൗണ്ട് അടിച്ചാൽ മതി, അപ്പം ശരിക്കും പഠിക്കാം. ഇങ്ങനെ റൗണ്ട് അടിക്കാനൊന്നും പറ്റാനില്ല. റൗണ്ട് അടിച്ചാൽ മതി. അത് ഒടുക്കും പോവില്ല, ഇജ്ജ് പോണടത്തൊക്കെ പോവുള്ളൂ. എന്താ കുപ്പി നല്ല ഭൂതം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. തൂട് കാലി കയറ്റി അങ്ങനെ എടുത്തുകൂടെ, അങ്ങനെ വലിയ റൗണ്ട് അടിച്ച് പോരെ ആ പോസ്റ്റിൻ്റെ കൂടെ. ആരോടെ പറയാ, ആ പോസ്റ്റിൻ്റെ കൂടെ നേരെ എടുത്ത് പോരെ. ഞങ്ങളെ പോന്നിട്ടാ ഒരു ഇതൊക്കെ പഠിച്ച് എനിക്ക് അറിയാം സംഭവം അങ്ങനെ പോടാ. അപ്പൊ ഒരു വിധമൊക്കെ സംഭവം പഠിച്ച് പിന്നെ ഞങ്ങൾ പോന്നു. മഴ പറ്റിച്ച് ഒരു സ്ലിപ്പപ്പ് വരെ വക മേടിച്ചു തന്നു. ഞങ്ങൾ അങ്ങോട്ട് പോന്നിട്ടാ. ഇനി ഞങ്ങളെ കാട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ വീട് ഒരു കാട്ടിലാണ് കേട്ടോ, അത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ഞങ്ങൾ ഒരു ഇറക്കുണ്ട്, ആ ഇറക്കും കാണിച്ചു തരാം. ഇറങ്ങണത് ആ കുത്തൻ ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ വീട്ടിൽ പോകുന്നത്. നോക്കി കഴിഞ്ഞാൽ കൊപ്പം കാണാം. കൊപ്പം എന്ത് കൊപ്പം തന്നെ കൊടികുത്തിമല കാണും. അല്ലെങ്കിൽ പഹായ വെറുതെ പറയാട്ടോ, ഓരോ കണ്ടലടിക്കാണ്. അപ്പം പോവാണ്. അപ്പം വന്നിട്ട് എത്ര മാസമായിടാ? 3 മാസമായി. 3 മാസത്തില് 2 മാസം പൊള്ളാച്ചി, ഒരാഴ്ചയായിട്ട് ഞങ്ങളടുത്ത് നിന്നിട്ടുള്ളൂ. അതാണ് ഇവന്റെ അവസ്ഥ. അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ ഈ കുത്തനുള്ള റോഡ്. അതെടാ അവിടെ ആരും എടാ പതുക്കെ വിടട്ടാ. ഞാൻ ഇറങ്ങണ ഞാൻ ഇറങ്ങണ എടാ ഇന്നെ ആ ഇറക്ക കാണിച്ചു കൊടുത്ത് പാവാണ്. ഇതാണ് ഞങ്ങളെ ഇറക്ക, കുത്തനുള്ള ഇറക്കാണ്. എനിക്ക് നല്ലോ ഓടിക്കാൻ അറിയാം. ഈ പഹയനാണ് എന്നെ പേടിപ്പിച്ചത്. അതാ വീട് ഈ പഹയനാണ് പേടിച്ചത്. ഇതാണ്ട് ഞങ്ങളെ വീട്ടിൽ പോണ വഴി ഫുള്ള് കാടാണ്. കണ്ടില്ല, ഫുള്ള് കള കൊടിക്കുത്തി മല തേങ്ങ കൊലക്കറി ഫുള്ള് കള. ഇവിടെ നിർത്തി കാണിച്ചു കൊടുത്തു. ഞങ്ങളെ ബാധു, ഇത് ഞങ്ങളെ ബാധു. ബാധു ഹായ് പറ. ഇതിന്റെ അമ്മോന്റെ മോനാണ്. ഹായ് പറ ബാധു, പറയടാ. വേണ്ട എന്താണ് ബൈക്ക് ബാധു ഇങ്ങോട്ട് നോക്ക്. ഇത് സംഭവം ഇതാണ് ഞങ്ങളെ നാട്. നാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ല ഫുള്ള് കാടാണ്. ഈ കാട് കണ്ടില്ല, സൂം ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. 2 കണ്ടില്ല, ഫുള്ള് കാട്. ഫുള്ള് കാട് എന്ന് വെച്ചാൽ ഫുള്ള് കാട്. ഈ കാട്ടിന്റെ നടുക്ക കൂടാണ് ഞങ്ങളെ വീട്. ഇതുവരായിട്ട് മഴ പെയ്തിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, അള്ളാന്റെ കുതിർത്തോണ്ട്. പക്ഷെ ഇനി എന്താ പാടെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ ഒക്കെ എന്താ ഇതൊക്കെ ഫുള്ള് കാടാണ്. കണ്ടില്ല, ഇവിടെ ഒക്കെ മണ്ണെടുത്തിട്ടുണ്ട്. പക്ഷെ മണ്ണെടുത്താലും പതുക്കെ പോടാ. മണ്ണെടുത്താലും ഇവിടുന്ന് മണ്ണൊന്നും കൊണ്ടുപോകാൻ സമ്മതിക്കൂല കേട്ടോ. അങ്ങനെയാണ് ഇവിടെ ടവർ വരുന്നത്. ഇവിടെ തന്നെ അല്ലടാ ടവർ വരുന്നത്. ഇവിടെ ടവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഇതാണ് ഞങ്ങളെ വീട്. ഇതങ്ങനെ കുത്തര പോയാല് ഞങ്ങളെ വീട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ഓ ഇത്രേ ഉള്ളു ഞങ്ങളെ ഇന്നത്തെ. സത്യം പറഞ്ഞ വണ്ടി പഠിക്കാൻ പോയിട്ട് സ്കൂൾ പിള്ളേർ ട്യൂഷൻ കഴിഞ്ഞിട്ട് ഫുട്ബോൾ കളിക്കാൻ വന്നപ്പോൾ അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി പോകുന്ന സംഭവം അതുണ്ടായത്. പിന്നെ ഞാൻ വണ്ടാരോ പറഞ്ഞാൽ ഒച്ച അയ്യണ മാതിരി അഞ്ഞ് പോവുന്നിട്ടാ വാങ്ങിക്കാം. ഇവനാണ് എല്ലാത്തിനും കാരണം. ഇവൻ അവിടെ കല്ലിങ്ങ, ഞങ്ങളവിടെ തിരുവൂര് കല്ലിങ്ങ കൊണ്ടുപോയി തള്ളിയിട്ടോ. അന്ന് തുടത്തിന്റെ പേടി. എന്നിട്ട് ഇവനിപ്പം ഒക്കെ ശരിയാവും. അപ്പൊ ഇന്നത്തെ എൻ്റെ വീഡിയോ എത്ര ഉള്ളൂ. എൻ്റെ മുന്നത്തെ എല്ലാ സീരിയസിനും സപ്പോർട്ട് തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഞാൻ അത്രയും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, എന്നാലും ഒരുപാട് നന്ദി. അപ്പം നമ്മൾ പുതിയ കഥ എന്ന് പറഞ്ഞ് സെമീറാൻ്റെ അടുത്ത പാർട്ട് വരേക്കും അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും. അസ്സലാം പറയടാ. വലൈക്കും അസ്സലാം. ലേശം കുറവുള്ളൂ കേട്ടോ, ഫുള്ളായി. അപ്പൊ എല്ലാരോടും ബൈ.